രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് യാത്രയയപ്പ് നൽകിയെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന നിർണായക യോഗങ്ങളിൽ മഹാരാഷ്ട്രയിലെ വിവിധ നേതാക്കൾ പങ്കെടുക്കും. അതേസമയം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കും. നിതീഷ് കുമാറും തേജസ്വി യാദവും പട്നയിൽ നിന്ന് ദില്ലിയിലെത്തി. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന NDA നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ NDAയുടെ ഘടകകക്ഷിയായി പങ്കെടുക്കും. കൂടാതെ NCP നേതാവ് പ്രഫുൽ പട്ടേലും നിർണായക യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ NCP നേതാവ് അജിത് പവാറിന്റെ സാന്നിധ്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അഘാടി സഖ്യം യോഗത്തിൽ ശിവസേന താക്കറെ പക്ഷത്തു നിന്ന് അരവിന്ദ് സാവന്തും സഞ്ജയ് റാവത്തും പങ്കെടുക്കും. രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് യാത്രയയപ്പ് നൽകിയെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. देश की जनता ने नरेंद्र मोदी जी को नकारा है, मोदी को फेयरवेल दिया है, मोदी जी को बस हो गया. മോദിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും ശിവസേന UBT നേതാവ് പറഞ്ഞു. തെലുങ്ക് ദേശം പാർട്ടി നേതാവ് N ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള കിങ് മേക്കർമാരാണ്. അവരായിരിക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക. അധികാരം നിലനിർത്തണമെങ്കിൽ BJPക്ക് 16 MPമാരുള്ള ചന്ദ്രബാബു നായിഡുവിന്റെയും 12 MPമാർ കൂടെയുള്ള നിതീഷ് കുമാറിന്റെയും പിന്തുണ അനിവാര്യമാണ്. നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടതും അഭ്യൂഹങ്ങൾ ഉയർത്തിയിരുന്നു. നിതീഷ് കുമാർ BJPയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.